അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ മൂന്നാല് ചിത്രങ്ങൾ ഇന്നലെ റിലീസ് ചെയ്ത ദിവസമാണ്. നമ്മുടെ വമ്പൻ ചിത്രങ്ങൾ തന്നെയാണ് റിലീസ് ചെയ്തത്. അത് തുടരും എന്ന ചിത്രത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഇടിഞ്ഞോ, തുടരും എന്ന ചിത്രം ഇന്നലെ എങ്ങനെ പോയി എന്നുള്ള വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തുടരും എന്ന ചിത്രത്തിന് ഭീഷണിയായിട്ട് ഇന്നലെ 4 ചിത്രങ്ങൾ റിലീസായി. ബമ്പന്മാരുടെ ചിത്രങ്ങളാണ്. പക്ഷേ തുടരും എന്ന ചിത്രത്തിന് യാതൊരുവിധ ഭീഷണിയും ഉയർത്താൻ ഈ ചിത്രങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. സൂര്യയുടെ റെട്രോ ഫമ്മിഫർ പ്രതികരണം കിട്ടിയ ചിത്രം കേരളത്തിൽ വളരെ നെഗറ്റീവായിരുന്നു. എന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് 2.5 കോടിയോളം ഇത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സൂര്യയുടെ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 20 കോടിയോളം ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 40 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് സൂര്യയുടെ ചിത്രത്തിന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം ഹിറ്റ് 3 നാനിയുടെ ചിത്രമായിരുന്നു. അതും കേരളത്തിൽ വലിയ ഓളം സൃഷ്ടിച്ചില്ലെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം 40 കോടി അടുത്ത് കളക്ഷൻ ഈ ചിത്രവും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ട്രേഡ് 2 എന്ന് പറയുന്ന അജയ് ദേവ്ഗണിൻ്റെ ചിത്രമായിട്ടായിരുന്നു. അജയ് ദേവ്ഗണിൻ്റെ ചിത്രവും പൊതുവെ സമ്മിശ്ര പ്രതികരണമായിരുന്നു. ഈ ചിത്രങ്ങളിലെല്ലാം സമ്മിശ്ര പ്രതികരണമായിരുന്നു ഉണ്ടാക്കിയത്. എങ്കിൽ പോലും ഒരു നല്ല കളക്ഷൻ അജയ് ദേവ്ഗണിൻ്റെ ചിത്രവും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ചെറിയൊരു ചിത്രമായിരുന്നു, ഫാമിലി ചിത്രമായിരുന്നു. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ശശികുമാർ നായകനായി വന്ന ചിത്രം. അതും ഏകദേശം 2.5 കോടിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളിലെല്ലാം വെച്ച് നല്ല പ്രതികരണവും നല്ല അഭിപ്രായം നേടിയ ഒരു ചിത്രവും കൂടെയാണ് ടൂറിസ്റ്റ് ഫാമിലി. വരും ദിവസങ്ങളിൽ ഇതൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പിന്നെ നമ്മൾ നോക്കുന്നത് തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഇതുവെല്ലാം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. തുടരും എന്ന ചിത്രത്തിൻ്റെ ഇന്നേ വരെയുള്ള കളക്ഷൻ കൃത്യമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതും പ്രകാരം കേരളത്തിൽ നിന്ന് 5.1 കോടി ആദ്യ ദിനം, 7.7 കോടി രണ്ടാമത്തെ ദിനം, 8.2 മൂന്നാമത്തെ ദിനം, നാലാമത്തെ ദിനം 6.85 കോടി, അഞ്ചാമത്തെ ദിനം 6.50 കോടി, ആറാമത്തെ ദിനം 6.3 കോടി. ഇന്നലെ ഏകദേശം 7 കോടിക്ക് മുകളിലുള്ള തുകയുമാണ് കേരളത്തിൽ നിന്ന് തുടരും എന്ന ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഏകദേശം 48 കോടിക്ക് അടുത്ത് തുടരും എന്ന ചിത്രം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ തന്നെ ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് ഏകദേശം 3 കോടിയോളം അടുപ്പിച്ച് ഉണ്ട് എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പം തന്നെ ചിത്രം 50 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രമായി കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ തുടരും എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കണക്കുകൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് ഇത് നേടിയത് 17.18 കോടി. രണ്ടാമത്തെ ദിനം സാറ്റർഡേ 25.90 കോടി. മൂന്നാമത്തെ ദിനം നേടിയത് 26.15 കോടി. മൺഡേയിൽ നേടിയത് 14.20 കോടി. ട്യൂസ്ഡേ നേടിയത് 12.50 കോടി. വെനസ്ഡേ നേടിയത് 11.50 കോടി. അങ്ങനെ ടോട്ടൽ 120 കോടിയിലേക്ക് ചെന്ന് നിൽക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം ഇന്നലെ ഈ ചിത്രം ഏകദേശം 13 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 120 കോടിക്ക് മുകളിൽ ആണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇന്നും ഏകദേശം മികച്ച ഒരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്നും നാളെയും കൊണ്ട് 150 കോടിയിലേക്ക് കിടക്കുന്ന ഒരു ചിത്രമായിട്ട് തുടരും മാറും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പം തുടരും എന്ന് പറയുന്ന ഈ ചിത്രത്തിന് യാതൊരുവിധ കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ റിലീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വമ്പൻ ചിത്രം തന്നെയാണ് തുടരും. ഈ ചിത്രങ്ങൾ എത്രയും വന്നിട്ടും ടിക്കറ്റ് വിൽപ്പനയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. കാരണം ഇപ്പം നമ്മൾ രാവിലെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും തുടരും എന്ന ചിത്രം 7000 ടിക്കറ്റാണ് രാവിലെ നേരത്തെ വിറ്റുപോകുന്നത്. പക്ഷേ റെട്രോ എന്ന് പറയുന്ന സൂര്യയുടെ ചിത്രം 2530, ഹിറ്റ് എന്ന് പറയുന്ന ചിത്രം 3580 ടിക്കറ്റുമാണ് വിൽക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ. അപ്പം തന്നെ തുടരും എന്ന ചിത്രത്തിൻ്റെ റേറ്റ് ഏതുവരെ പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. അപ്പോൾ തുടരും എന്ന ചിത്രം 200 കോടിയും കടന്ന് 300 കോടിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക്
ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഇതിനിടയിൽ മോഹൻലാൽ, രജനികാന്ത്, ചിരഞ്ജീവി, ഹേമമാലിനി, അക്ഷയകുമാർ, മിഥുൻ ചക്രവർത്തി എന്ന വമ്പന്മാർ ഒന്നിക്കുന്ന ഒരു ഫോട്ടോ ഇന്നലെ ലാലേട്ടൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോംബെയിലൊരു ഫംഗ്ഷന് പോയപ്പോഴാണ് ഈ ചിത്രം കിട്ടിയത്. അപൂർവങ്ങളിൽ അപൂർവമായൊരു ചിത്രമായിട്ട് തോന്നുന്നല്ലേ. ഈ വമ്പന്മാർ, ഇന്ത്യൻ സിനിമയിലെ ഈ വമ്പന്മാരെല്ലാം കൂടെ ഒന്നിച്ച ഒരു ഫോട്ടോയിൽ അണിഞ്ഞിരുന്നപ്പോൾ വളരെ രസകരമായി തോന്നി. അതുപോലെ ടോർപിഡോ എന്ന് പറയുന്ന ചിത്രമാണ് തരുൺമൂർത്തി ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത്. തുടരും എന്ന ചിത്രത്തിൻ്റെ വൻപൻ വിജയത്തിന് ശേഷം ടോർപിഡോ എന്ന് പറയുന്ന ചിത്രവുമായി തരുൺമൂർത്തി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. നായകൻ ഫഹദ് ഫാസിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു എന്നാണ് വാർത്ത വരുന്നത്. നഫ്ലിനും അർജുൻ ദാഫും ആണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നറിയുന്നു. അപ്പോൾ നഫ്ലിനും ഫഹദ് ഫാസിലും തരുൺമൂർത്തിയും ഒന്നിക്കുന്ന ഒരു ചിത്രം ഉടൻ തന്നെ എത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ബിനു പപ്പുവാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ വളരെ നാളിന് ശേഷം ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ്. ഒരു ഫാമിലി ഡ്രാമയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യു സർട്ടിഫിക്കറ്റാണ് ഈ ചിത്രത്തിന് കിട്ടിയിരുന്നത്. സെൻസറിങ് എല്ലാം കഴിഞ്ഞു. ഈ മെയ് 9 ഇത് റിലീസ് ചെയ്യുന്നത്. ദിലീപിൻ്റെ 150ാമത്തെ ചിത്രമാണ്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബിൻഡോ സ്റ്റീഫനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതിയ സംവിധായകനാണെന്ന് തോന്നുന്നു. അപ്പം ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദിലീപിനെ പോലുള്ളൊരു തിരിച്ചു വരട്ടെ അല്ലേ. അപ്പം പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ചിത്രം മികച്ച പ്രതികരണം നേടി വമ്പൻ ഹിറ്റിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പം ദിലീപിൽ നിന്ന് ഒരു പുതിയ ജോണറിലുള്ള ചിത്രം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുതുമയൊന്നും ഇല്ലെങ്കിൽ ദിലീപിൻ്റെ ചിത്രങ്ങളെല്ലാം ഇപ്പം കാണുന്നത് പഴയ പാറ്റേണിൽ തന്നെ ഇങ്ങനെ ഇറക്കി വിടുമ്പം ആൾക്കാർക്ക് പുതുമ നഷ്ടപ്പെട്ടു. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ദിലീപിൻ്റെ ചിത്രങ്ങൾ പലപ്പോഴും കാണാതിരിക്കുന്നത്. എനിക്ക് പക്ഷേ ദിലീപിൻ്റെ ചിത്രങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ആ ദിലീപും മലയാള സിനിമയിലേക്ക് വീണ്ടും കടന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇതെനിക്ക് തോന്നുന്നു പഴയതുപോലല്ല. ഒരു നല്ല കുടുംബ ചിത്രമെന്ന് പേര് കേട്ടാൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം മികച്ച ചിത്രമായിട്ട് തുടരും, തിയേറ്ററിൽ തുടരും എന്ന ചിത്രത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കണം ദിലീപിൻ്റെ ചിത്രം. എങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. ആൻഡ് ഫാമിലിയും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പം ഇനി ദിലീപിൻ്റെ തിരിച്ചുവരവാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ. തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് പടം കണ്ടതിന് ശേഷം പറയാം. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ അശ്വമേധം തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ആകെപ്പാടെ കാണുന്നത്. ഇന്ത്യൻ സിനിമയിൽ നിന്ന് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഇപ്പോഴും ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് തുടരും എന്ന ചിത്രമാണ്. സൂര്യ വരുന്നു, നാനി വരുന്നു, അജയ് ദേവഗൺ വരുന്നു. എന്നിട്ടൊന്നും ഈ അശ്വമേധത്തെ പിടിച്ചു പറ്റാൻ മലയാള സിനിമയിൽ ആരുമില്ല എന്ന് തെളിയിച്ചാണ് തുടരും ഇങ്ങനെ അശ്വമേധം തുടരുന്നത്. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു കേട്ടോ. ഓക്കെ, ബൈ.